ഹായ് ഹലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയാണ് കേട്ടോ അത്. നമുക്കിന്ന് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഞാൻ ദേ ഇവിടെ നിവൃത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നിവൃത്തി എടുത്തു. ഇതാണ് ഫ്രണ്ട് പീസ് അത് ബാക്ക് പീസ്. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കണ്ടാൽ തന്നെ അറിയാമല്ലോ, നമുക്ക് 2 ഇഞ്ച് കൂടുതലാണ് ബാക്ക് പീസിന് ഉള്ളത്. അതിനുശേഷം നമുക്ക് ഈ ക്രോച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം, അതും 1/2 ഇഞ്ചിൽ കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെയാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യണത്. 1/2 ഇഞ്ചിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് താഴെ വരെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നേരെ പിടിച്ച് ചെയ്യുക, 2 തുണി ഉണ്ടോയെന്ന് നോക്കുക, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ ഭാഗമൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സ്റ്റിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീറലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് വശമാണ്. ബാക്ക് വശവും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഇങ്ങനെ നിവർത്തിയിടുക, നമ്മുടെ വലതുവശം എടുക്കുക. ഏത് ഭാഗത്തും നമ്മൾ വലതുവശത്താണല്ലോ പോക്കറ്റ് വെക്കുക. അപ്പോൾ പോക്കറ്റ് ഞാൻ വലതുവശത്താണ് വെക്കുക, അതുകൊണ്ട് ഞാൻ വലതുവശത്തുള്ള അവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി നമ്മൾ 2.5 ഇഞ്ച് വിട്ടല്ലോ, അത് അങ്ങനെ മടക്കി വയ്ക്കുക. അതിനുശേഷം ഞാനൊരു 1.5 ഇഞ്ച് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോക്കറ്റ് വെക്കാനുള്ളൊരു സ്പേസാണ്. ഞാനൊരു 6 ഇഞ്ച് ആ 1.5 ഇഞ്ചിൽ നിന്ന് ബാക്കി താഴേക്ക് മാർക്ക് ചെയ്തു. പിന്നെ ഒരു 1/2 ഇഞ്ചാണ് ആ ഒരു ബ്രാക്കറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 1/2 ഇഞ്ചാണ് അതിൻ്റെ വിത്ത് കൊടുത്തിട്ടുള്ളൂ. ലെങ്ത്ത് 6 ഇഞ്ചാണ് കേട്ടോ. പോക്കറ്റ് വെക്കാനായിട്ട് ഞാനിവിടെ 2 ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്താണ്. അപ്പോൾ ഇതിൽ വീതിയൊന്നും എനിക്ക് കിട്ടാനേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറെ ഒരു പീസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെങ്ത്ത് ആയിട്ട് 12 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യണില്ല, അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇത് എല്ലായിടത്തും ഓപ്പൺ തന്നെയാണ് കേട്ടോ. നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ട ഭാഗങ്ങളാണ്, ക്ലോസ്ഡ് ആയിട്ട് ഭാഗങ്ങളില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു, അതിൽ നിന്നൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. സെയിം നമ്മൾ ആ ക്ലോത്തിൽ വരച്ചില്ലേ, അത് തന്നെ കേട്ടോ, പാൻറ്റിൻ്റെ ക്ലോത്തിൽ വരച്ചത് തന്നെയാണ് ഇങ്ങോട്ടും വരയ്ക്കുന്നത്. ഇനി സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക, അങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ഭാഗത്തു നിന്ന് ഇത്രയും പീസ്, ആ സ്ട്രൈറ്റ് ഭാഗം വന്നിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഭാഗത്ത് അടിയിലൊന്നും എനിക്ക് തുണിയില്ല, ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്തു. നമുക്ക് വേറെ ക്ലോത്ത് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ അതും ലെവലാക്കി കൊടുത്തിട്ട് ഞാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ ഒരു കൈ ഒരു കയറണമല്ലോ, നമുക്കൊരു ഫോണൊക്കെ ഇടാനാണെങ്കിൽ അത്രയും വലുപ്പം വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത്രയും വീതി കൊടുക്കുന്നത് കേട്ടോ. 2 പീസും കൊടുക്കുക, ബാക്കിലും ഫ്രണ്ടിലും വേണമല്ലോ. അപ്പോൾ 2 ക്ലോത്ത് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ എടുക്കാം. ഇനി അതിനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങനെ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. 2 ക്ലോത്തിൻ്റെയും ഇങ്ങനെ ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ മറിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ഒന്നുകൂടെ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ആ ക്ലോത്ത് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ക്വയർ പോലെ ഇങ്ങനെ വെക്കാം കേട്ടോ. സ്ക്വയറല്ല, റെക്റ്റാങ്കിൾ ഷേപ്പിൽ വെക്കാം. ഇനി നമുക്ക് ആ ഒരു പാൻറ്റിൻ്റെ ക്ലോത്തിലേക്ക് ഫ്രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മാർക്കിങ്ങിലേക്ക് ഈ ഒരു ക്ലോത്ത് കൊണ്ടുപോയിട്ട് കറക്റ്റ് അതേ മാർക്കിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാം. ആ ഒരു ഷേപ്പ് വരുമ്പോൾ സൂചി കുത്തി നിർത്തുക, തുണി തിരിച്ചെടുക്കുക, തുണി ഇങ്ങനെ തിരിച്ചെടുക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ അപ്പുറത്തെ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ കുത്തി നിർത്തുക, ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുക്കാം. ഓക്കെ, അതത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 2 കോർണർ ഭാഗത്തും നമ്മളിങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആ ക്ലോത്തിനെ ഇങ്ങനെ മറിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കറക്റ്റ് ലെവൽ പിടിക്കുക, എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പോക്കറ്റിൻ്റെ അടുത്ത ക്ലോത്ത് എടുക്കുക, അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് അതിന് മേലെ കൂടെ ഒരു സ്റ്റിച്ച് ആ ഒരു സൈഡിന് കൊടുക്കാം കേട്ടോ. ആ ഒരു ഭാഗത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കർവായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്.
കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫുള്ളിങ്ങനെ കർവിൽ ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ അടിച്ച് നമുക്ക് ആ ഒരു ജോയിൻറ്റ് വരെ കൊണ്ടുവന്ന് എത്തിക്കാം. ആ കർവ് അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ ക്ലോത്ത് മാറ്റിയിട്ട് വേണ്ട അടിക്കാൻ. പാൻറ്റിൻ്റെ ക്ലോത്തിലേക്ക് അടിച്ച് വെക്കരുത്. അത് കണ്ടോ, ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. ഇനി നല്ല വശം എടുത്തിടാം. നല്ല വശം എടുത്തിട്ടിട്ട് ആ പോക്കറ്റ് അടിച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഓപ്പൺ വെച്ചത്, അതിൻ്റെ തൊട്ടടുത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് മുകളിൽ കൂടെ കൊടുക്കാം. അതെന്തിനാണെന്നറിയോ, നമ്മൾ ബാക്കിലെ പീസ് വെച്ചിട്ട് ചെയ്യില്ലേ, അടിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, പോക്കറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സ്റ്റിച്ച് കൊടുക്കണത്. തൊട്ടടുത്തൂടെ കൊടുക്കുക. ആ ഒരു ഷേപ്പില്ലേ, ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഷേപ്പ് കൂടെ കൊടുക്കാം. ഇനി നല്ല വശവും തമ്മിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അതിന് ബാക്ക് വശം എടുക്കുക, ഫ്രണ്ട് വശം എടുക്കുക, നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സൈഡിന് ഇങ്ങനെ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഒരു പോക്കറ്റിൻ്റെ വശത്ത് ഒരു മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മേലെ കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പോക്കറ്റ് അടഞ്ഞു പോവാതെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പണി ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അടിച്ചു വരാം. താഴെ വരെ ചെന്നിട്ട് നമ്മളൊരു ഓപ്പൺ ഇടുന്നുണ്ടല്ലോ, ആ ഒരു ഓപ്പണിൻ്റെ ഭാഗം വരെ നമ്മളൊരു 2.5 ഇഞ്ചാണ് ഓപ്പണിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അവിടെ വരെ അടിച്ച് നിർത്തുക. മാർക്കിങ് കാണാം നമുക്ക്. നമ്മുടെ പോക്കറ്റ് കണ്ടോ, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കാം. അങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ ആ 2.5 ഇഞ്ച് വിട്ട് കൊടുത്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് അടിച്ച് നിർത്താം. രണ്ട് ഭാഗത്തും 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു പോയിന്റിൽ നിർത്തുകയാണ്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കട്ട് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ താഴ്വശത്ത് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. അതിപ്പോൾ പറഞ്ഞു തരാം. ഞാൻ ക്ലോത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ആ ഒരു കോൺ ഷേപ്പിൽ പോയിരിക്കുന്നത് കണ്ടോ, ആ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളയാം. 2 സൈഡിലേക്കും അത് ആവശ്യമില്ല കേട്ടോ. 2 സൈഡിലത്തെയും ഒക്കെ കട്ട് ചെയ്ത് കളയാം. അത് മടക്കി അടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ടേപ്പ് എടുക്കാം. 1/2 ഇഞ്ച് താഴ്ത്തി നിന്ന് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ചിലാണ് അത് മടക്കേണ്ടത് കേട്ടോ, മടക്കി തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചീത്ത വശത്തേക്കല്ല ഇത് മടക്കി ആദ്യം തയ്ക്കുക, നല്ല വശത്തേക്കാണ് കേട്ടോ. നല്ല വശം നമുക്കിങ്ങനെ തിരിച്ചിടാം. അതിനുശേഷം നല്ല വശത്തേക്ക് ആ മടക്കിങ് കൊടുക്കണം. അതിന് മുന്നേ ഒരു കാര്യം വിട്ടുപോയി. ഈ ഒരു നമ്മൾ കറക്റ്റ് നമ്മൾ അടിച്ച് നിർത്തിയില്ലേ, അവിടെ നിന്നൊരു കട്ടിങ് കൊടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. ആ റേഞ്ചിലാണല്ലോ നമ്മൾ അടിച്ച് നിർത്തിയേക്കണേ. അപ്പോൾ ആ ഒരു കട്ട് കൊടുക്കുക. കട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ കയറി പോകാൻ പാടില്ല കേട്ടോ. സ്റ്റിച്ചിങ്ങിൽ കയറി പോവാതെ അടിക്കുക. കണ്ടോ, ഇനി നമുക്ക് ക്ലോത്ത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നമുക്ക് എങ്ങനെ അടിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ആ ഒരു കട്ടിങ് കണ്ടല്ലോ, ആ ഒരു കട്ടിങ്ങിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുക കേട്ടോ. കട്ടിങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്ന സൂചി കുത്തി നിർത്തുക. ഒന്ന് ബാക്ക് അടിച്ച് പോകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ കെട്ടിട്ട് നിർത്തിയാലും മതി. അതിനുശേഷം 2 സൈഡും അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, മറച്ചിടുക. മറച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫിനിഷിങ്ങിൽ കിട്ടും. അതിന് ശേഷം നമുക്ക് ആ ഒരു തുമ്പുണ്ടല്ലോ, ആ വശം നമുക്ക് ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് മടക്കിയിട്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് 2.5 ഇഞ്ച് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കുക, കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അത്രയും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണിപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ. ഉൾവശം നോക്കിയേ, ആ ഒരു കറക്റ്റ് അളവിൽ പോയിട്ടുണ്ട്. ഈ ഒരു തയ്യൽ തുമ്പൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് ഇടാം കേട്ടോ. ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ചെയ്തിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ആ ഒരു കോർണറിലുണ്ടല്ലോ, അതും കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മുടെ പാൻറ്റിൻ്റെ ക്രോച്ച് ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ തുണി എടുക്കുക, കറക്റ്റ് ലെവൽ പിടിക്കുക കേട്ടോ. കറക്റ്റ് ലെവൽ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അത് എടുക്കുമ്പോൾ തുണിയിൽ വ്യത്യാസം ഉണ്ടല്ലോ. വേറെ ഒന്നല്ല, നമ്മൾ ബാക്ക് പീസ് എന്താണ് 2 ഇഞ്ച് കൂടുതൽ തന്നെ എടുത്തിരിക്കുന്നത് അല്ലേ, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അതങ്ങനെ തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ അതങ്ങനെ ചെയ്യാം, നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഒരുമിച്ച് പിടിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആ ക്രോച്ച് ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ കെട്ടിട്ടിട്ട് തന്നെ ചെയ്യുക.
കെട്ടിട്ടിട്ട് നല്ല സെക്യൂർ ചെയ്ത് ചെയ്യാം. അതും ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക കേട്ടോ ഫുള്ള്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1 ഇഞ്ചാണ്. അത് ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലെങ്ത്ത് വന്നിട്ട് 27 ഇഞ്ച് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 12 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പം എനിക്കിത് നന്നായി വലിഞ്ഞു വരുന്ന ഒരു ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് നല്ലോണം വലിയും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പം എനിക്കത് കറക്റ്റാണ് കേട്ടോ, എനിക്ക് ഒട്ടും ടൈറ്റില്ല. ഇനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കാനായിട്ട് ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ആ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക, 1 ഇഞ്ച് മടക്കി കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ എത്രയായിരുന്നു 2.5 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക്കിന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റാണ്. ഞാനൊരു അളവിങ്ങനെ എടുത്ത് അടിച്ചിങ്ങനെ വിടുകയാണ്. 1/2 ഇഞ്ച് മടക്കി പിന്നെ 1 ഇഞ്ച് ഇങ്ങോട്ട് മടക്കി വെച്ച് ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിന് നമുക്കൊരു പിന്ന് കൊടുക്കണം. പിന്ന് കൊടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അടിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ആ ഇലാസ്റ്റിക് ഒന്ന് അടിച്ചു വെച്ചാലും മതി കേട്ടോ ക്ലോത്തിലേക്ക്. അപ്പോഴും നമുക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ. ഇങ്ങനെ വലിച്ചെടുക്കുക, അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇലാസ്റ്റിക് വെക്കാം. ഈ ഇലാസ്റ്റിക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒന്ന് എടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് കെട്ടിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ശേഷം അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ മേലെ കൂടെ കെട്ടിട്ടിട്ട് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് വിടുക, ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഇപ്പോൾ ഓപ്പൺ ആണല്ലോ, അതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ വലിച്ചു പിടിക്കേണ്ടി വരും. പിന്നെ വലിച്ചു പിടിച്ചിട്ട് നമുക്ക് കെട്ടിട്ടിട്ട് തുടങ്ങാം. കെട്ടിട്ട് തുടങ്ങി ഇങ്ങനെ അടിച്ച് കെട്ടിട്ടിട്ട് തന്നെ അവസാനിപ്പിക്കണം കേട്ടോ. അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ചെയ്യാം. നല്ല പെർഫെക്റ്റായിട്ട് വന്നോളും. എന്നിട്ട് കെട്ടിട്ട് നിർത്താം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കും വെച്ചു. ഇനിയുള്ളൊരു കാര്യം നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ ഇലാസ്റ്റിക്കിൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലാസ്റ്റിക്കിനൊന്നും ഇങ്ങനെ പിടിച്ച് വലിക്കുക കേട്ടോ. വലിച്ച് കഴിയുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ക്ലോത്ത് ആവും. അതിന് ശേഷം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ടോപ്പിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. ഒരു സെൻറ്ററിലായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് വലിച്ച് പിടിക്കുക, നല്ലോണം വലിച്ച് പിടിക്കുക. ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക, നല്ലോണം വലിച്ച് പിടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഇലാസ്റ്റിക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇത് തുടങ്ങിയോടത്ത് തന്നെ കൊണ്ടുവന്നിട്ട് വലിച്ച് പിടിച്ച് അത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വരുന്ന ആ ഒരു നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കിയാൽ നമ്മുടെ പാൻറ്റ് റെഡി. ഇനിയിപ്പോൾ ഇത് നിങ്ങളെ ഇട്ട് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് തന്നെ നോക്കുക എന്തോരം ഞാൻ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് അതെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.